കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് വീണ്ടും ഉയർന്ന നിരക്ക്. കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് മറ്റ് എയർപോർട്ടുകളെ അപേക്ഷിച്ച് 40,000 രൂപയോളം അധികം ചെലവാകും. എയർ ഇന്ത്യ മാത്രമാണ് കരിപ്പൂരിലെ ഹജ്ജ് യാത്ര ടെൻഡറിലുള്ളത്. കരിപ്പൂരിലെ ഹജ്ജ് യാത്രയ്ക്കുള്ള അധിക ചാർജിനെതിരെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കത്തയച്ചുവെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ. വിമാന കമ്പനികൾ ചെയ്യുന്ന ഏർപ്പാട് ശരിയല്ല, ചാർജ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. ഹജ്ജ് യാത്രയെ കരിപ്പൂരിൽ ഉയർന്ന നിരക്ക് ഈടാക്കുന്ന മീഡിയ ഓൺ വാർത്തയോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഹജ്ജുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലും അതോടൊപ്പം തന്നെ എറണാകുളത്തും ചാർജ് കുറവാണ്. 89,000-ലധികമേ ഉള്ളൂ. കോഴിക്കോട് കഴിഞ്ഞ തവണയും ഏകദേശം 50,000 രൂപ കൂടുതലായിരുന്നു. ഇത്തവണയും 1,25,000-ലധികം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിക്ക് നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്, കത്തെഴുതിയിട്ടുണ്ട്. ബന്ധപ്പെട്ട എയർലൈൻസുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കുറക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ എയർലൈൻസുകൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് അമിതമായി ചാർജ് വാങ്ങുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല എന്നുള്ള അഭിപ്രായം പൊതുസമൂഹത്തോടൊപ്പം നമ്മളും പങ്കുവെക്കുകയാണ്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി കോഴിക്കോട്. അസ്ലം, എന്തുകൊണ്ടാണ് കരിപ്പൂരിൽ മാത്രം ഇത്രയധികം ചാർജ്? കരിപ്പൂരിലെ ആ വിമാനയാത്രാ അപകടത്തിന് ശേഷം വലിയ വിമാനങ്ങൾക്ക് പറക്കുന്നതിന് ഇപ്പോഴും അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സൗദി എയർലൈൻസ് ഉൾപ്പെടെയുള്ള ഈ കാര്യത്തിൽ പിന്നെ ഹജ്ജ് മേഖലയിൽ വില കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ മറ്റു ടെൻഡർ വിളിക്കുന്ന കമ്പനികൾ ഇത്തവണയും ഇതിലേക്ക് ടെൻഡർ നൽകിയിട്ടില്ല. എയർ ഇന്ത്യ മാത്രമാണ് കരിപ്പൂരിൽ ടെൻഡർ നൽകിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണ്. കരിപ്പൂരിൽ നിന്ന് മാത്രമുള്ള ഹജ്ജ് വിമാനയാത്ര നിരക്ക് എന്ന് പറയുന്നത് 1,25,000 രൂപയാണ്. അതേസമയം കണ്ണൂരിൽ നിന്ന് 87,000 രൂപയും കൊച്ചിയിൽ നിന്ന് 86,000 രൂപയ്ക്കാണ് പറക്കാൻ കഴിയുക. കഴിഞ്ഞ തവണയും ഈ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ തവണ തന്നെ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്യുന്നതിനെ തുടർന്ന് 38,000 രൂപ കുറച്ചാണ് കൊണ്ടുപോയത്. അന്ന് തന്നെ പറഞ്ഞിരുന്ന കാര്യം മറ്റു വിമാന കമ്പനികൾ കൂടി ടെൻഡർ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ശ്രമങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അതേസമയം ഇത്തവണത്തെ ഹജ്ജിൻ്റെ പ്രാഥമിക ടെൻഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫൈനലൈസേഷൻ എത്തിയിട്ടില്ല. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഇത്തവണ വീണ്ടും ഒരു 40,000-ന് കൂടുതൽ കണ്ണൂരിനെയും കൊച്ചിയെയും കണ്ണൂരിനെയും കമ്പയർ ചെയ്യുമ്പോൾ 40,000-ലധികം രൂപ അധികം രൂപ നൽകേണ്ടി വരും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കരിപ്പൂരിൽ നിന്നാണ് അല്ലെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹജ്ജ് യാത്രികർ ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തന്നെ പലരും കരിപ്പൂർ വിട്ട് കണ്ണൂരിലേക്ക്, പ്രത്യേകിച്ച് മലബാറിലെ ആൾക്കാർ മാറിയിട്ട് പോലും ഇപ്പോഴും കരിപ്പൂരിൽ നിന്നാണ് 5,755 യാത്രക്കാർ കരിപ്പൂരിലെ എംബാർക്കേഷൻ പോയിന്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത്. അത് എയർ ഇന്ത്യ മാത്രമാണ് കോട്ട് ചെയ്തിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും സംസ്ഥാന മന്ത്രി ഹജ്ജ് വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. ഇത്തവണ അത് റേറ്റ് കുറയ്ക്കണമെന്ന ആവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ടെൻഡറിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാനം ഇടപെടുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ നടപടികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരും പങ്കുവയ്ക്കുന്നത്. ശരി അസ്ലം.